നമസ്തേ. ഒരിക്കൽ മേയറുമായി നടുറോഡിൽ ഏറ്റുമുട്ടിയ ഡ്രൈവർ ജോലി നഷ്ടപ്പെട്ടു, കേസുകളിൽ കുടുങ്ങി. പക്ഷേ ഇന്ന് അതേ യദു കേരള നിയമസഭയിൽ ഡ്രൈവറായി. എന്താണ് യദുവിന്റെ ഈ അപ്രതീക്ഷിത തിരിച്ചുവരവിന്റെ കഥ? മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള വിവാദത്തെ തുടർന്ന് KSRTCയിൽ നിന്ന് പുറത്തായ യദു ഇപ്പോൾ കേരള നിയമസഭയിൽ ഡ്രൈവറായി നിയമിതനായിരിക്കുകയാണ്. ഇത് വെറും ഒരു ജോലി തിരിച്ചുകിട്ടിയ കഥയാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയവും നിയമവും പൊതുജനാഭിപ്രായവും ചേർന്ന് സൃഷ്ടിച്ച ഒരു വലിയ ട്വിസ്റ്റാണോ? കേരളത്തെ ഒരിക്കൽ പിടിച്ചുകുലുക്കിയ ആ വിവാദത്തിലേക്കും യദുവിന്റെ പുതിയ നിയമനത്തിലേക്കും ഇന്ന് നമുക്ക് വിശദമായി പോകാം. കേരള രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു മുൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുണ്ടായ തർക്കം. അന്ന് നടന്ന സംഭവത്തിന്റെ വീഡിയോയും ഓഡിയോയും മണിക്കൂറുകൾക്കുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പലരും യദുവിനെ പിന്തുണച്ചു, മറ്റു ചിലർ മേയറുടെ ഭാഗത്തു നിന്നും വാദിച്ചു. ഇപ്പോൾ ആ യദുവാണ് നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. 2024 തിരുവനന്തപുരം നഗരത്തിലെ പാളയം ഭാഗത്തായിരുന്നു കേരളം മുഴുവൻ ചർച്ച ചെയ്ത ആ സംഭവം നടന്നത്. അന്ന് മേയർ ആര്യ രാജേന്ദ്രനും കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന കാർ KSRTC ഡ്രൈവർ യദു ഓടിച്ചിരുന്ന ബസ്സുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് വിവാദം ആരംഭിച്ചത്. മേയറുടെ ആരോപണം ഇങ്ങനെയായിരുന്നു: ബസ് അപകടകരമായ രീതിയിൽ കാർ മറികടക്കാൻ ശ്രമിച്ചു, വാഹനത്തെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചു, ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു, യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെപ്പോലും അവഗണിച്ചുവെന്നായിരുന്നു പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ യദുവിനെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ യദുവിന്റെ വാദം പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു പൊതുഗതാഗത ബസ് ഓടിക്കുകയായിരുന്നു. മേയറുടെ വാഹനം വഴിയിൽ തടഞ്ഞു നിർത്തി. പിന്നീട് മേയറും സംഘവും ബസ്സിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തു. യദു പുറത്തുവിട്ട ഓഡിയോ റെക്കോർഡുകൾ വലിയ ചർച്ചയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പലരും യദുവിനെ പിന്തുണച്ചത് ഈ ഓഡിയോ പുറത്തു വന്നതിന് ശേഷമായിരുന്നു. വിവാദം വലുതായതോടെ ഇരുവിഭാഗവും നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങി. ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ യദുവിനെതിരെ കേസെടുത്തു. എന്നാൽ യദു നൽകിയ പരാതിയിൽ തുടക്കത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. ഇതിനു പിന്നാലെ യദു കോടതിയെ സമീപിച്ചു. കോടതിയുടെ ഇടപെടലിന് ശേഷമാണ് മേയറും ഭർത്താവും ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇതോടെ സംഭവം വെറും റോഡിലെ തർക്കം എന്നതിൽ നിന്ന് വലിയ രാഷ്ട്രീയ നിയമ വിവാദമായി മാറി. വിവാദങ്ങൾക്ക് പിന്നാലെ യദുവിന്റെ തൊഴിൽ ജീവിതവും പ്രതിസന്ധിയിലായി. KSRTCയിലെ ജോലി നഷ്ടപ്പെട്ടതായും കുടുംബജീവിതം തന്നെ ബാധിക്കപ്പെട്ടതായും യദു പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു. ജോലിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം വിവിധ വേദികളിൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എനിക്ക് നീതി വേണം എന്ന യദുവിന്റെ ആവശ്യം അന്ന് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കഥയ്ക്ക് പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. യദുവിനെ കേരള നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായി നിയമിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കേരളത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നിൽ കേന്ദ്ര കഥാപാത്രമായിരുന്ന വ്യക്തി ഇപ്പോൾ സംസ്ഥാനത്തിന്റെ സുപ്രധാന സ്ഥാപനങ്ങളിൽ ഒന്നായ നിയമസഭയുടെ ഭാഗമാകുന്നു. ഈ നിയമനം പലതരത്തിലുള്ള ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയ രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒരു വിഭാഗം പറയുന്നത് അനീതിക്കെതിരെ പോരാടിയ ഒരാൾക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന്, യദുവിന് നീതി ലഭിച്ചു. മറ്റൊരു വിഭാഗം പറയുന്നത് ഇത് സാധാരണ നിയമനമാണോ, രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ, ഇത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുമോ എന്നിങ്ങനെയൊക്കെയാണ് ചർച്ചകൾ. യദുവിനെതിരെയും മറ്റു കക്ഷികൾക്കെതിരെയും നിലവിലുള്ള നിയമ നടപടികളുടെ അന്തിമ ഫലം എന്താകും? അന്നത്തെ സംഭവത്തിന്റെ പൂർണ്ണ സത്യം കോടതികളിലൂടെ പുറത്തു വരുമോ? ഈ നിയമനം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിടുമോ? ഇവയെല്ലാം വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊരു സാധാരണ റോഡ് തർക്കമായി തുടങ്ങിയ സംഭവം കേരളം മുഴുവൻ ചർച്ച ചെയ്ത രാഷ്ട്രീയ നിയമ പോരാട്ടമായി മാറി. ഇപ്പോൾ അതേ സംഭവത്തിലെ പ്രധാന കഥാപാത്രമായി യദു നിയമസഭയിൽ ഡ്രൈവറായി എത്തിയിരിക്കുകയാണ്. ഇത് നീതിയുടെ വിജയമാണോ, അല്ലെങ്കിൽ വിവാദത്തിന്റെ മറ്റൊരു അധ്യായമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യുക. യദുവിന്റെ നിയമനത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. വെബ് ഡെസ്ക് തത്തുമൈ TV.